അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സ്വദഖത്തുൻ കുല്ലു യൗമിൻ തത്ലുഉ ഫീഹി അശ്ശംസു. റവാഹു അൽ ബുഖാരിയു വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിലെ 26ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിലെ 2989ാമത്തെ ഹദീസ് നമ്പറും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1009ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതുമായ ഹദീസിൻ്റെ തുടക്ക ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഓരോ ദിവസവും മനുഷ്യന് നിർവഹിക്കാനുള്ള ഓരോ ധർമ്മമുണ്ട്. അതിൻ്റെ അളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലു യൗമിൻ തത്ലുഉ ഫീഹി അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞത്. അതിനിടയിൽ ഓരോ രാവും പകലും അയാൾ പല രൂപങ്ങളിലുള്ള ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. കുല്ലു സുലാമ, സുലാമ എന്ന് പറഞ്ഞാൽ വിരലുകളുടെ സന്ധികൾക്കാണ് പറയുക. ഒരു വിരലിൻ്റെ ഇടയിലുള്ള എല്ലുകൾക്ക് പറയുന്ന പേരാണ് സുലാമ. അങ്ങനെയുള്ള ഓരോന്നിനും ധർമ്മമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു മരണത്തിന് ശേഷം ഒരായുഷ്കാലത്തിൽ എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ആ ഓരോ ദിവസവും ഒരു മരിപ്പിന് ശേഷമാണ് എഴുന്നേറ്റ് വരുന്നത്. ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹുവും അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മളൊക്കെ ഇന്നും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിന് ശേഷം ഞങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും. അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല. നമുക്കൊക്കെ അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് ഇമാം തുർമുദി രേഖപ്പെടുത്തുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലി ബിദിക്രിഹി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. അല്ലാഹുവേ, ഈ ശരീരത്തിന് ആഫിയത്ത് നൽകിയവനെ. ചിലപ്പോൾ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ, പാരലൈസ് ചെയ്യപ്പെടും. ഇത്ര ഒന്നും വേണ്ട, ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഈ യന്ത്രം ഒന്ന് സ്റ്റാർട്ടായി കിട്ടാനുള്ള പാടത്രയും കാര്യങ്ങൾ. കാരണം ഒരുപാട് ഓടി തേഞ്ഞതാണ്. ഒരു 2000 കിലോമീറ്റർ ഓടിയാൽ 2 വീലർ ആണെങ്കിൽ അതിൻ്റെ ഓയിൽ മാറ്റും, ചെയിൻ സ്പോക്കറ്റും മാറ്റും, ബെയറിങ്ങും മാറ്റും. നമ്മൾ എന്താ മാറ്റിയത്? റബ്ബ് തന്നത് ഇങ്ങനെ കൊണ്ടുനടക്കുക എന്നല്ലാതെ, അതിൻ്റെ പുറമെ കുറേ ലേപനങ്ങൾ പുരട്ടുന്നല്ലാതെ ഉള്ളിലേക്കൊന്നും ചെയ്യുന്നില്ല. ഉള്ളിലേക്ക് ചെയ്യാനുള്ള കഴിവ് നമുക്കിട്ടില്ലതാനും. അത് ചെയ്യാൻ കഴിയുന്ന റബ്ബിന് മാത്രമാണ്. അതുകൊണ്ട് റബ്ബിനോട് പറയാം, റബ്ബേ, ആ മുട്ടുകാലിനൊന്നും പ്രശ്നമില്ല, ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മുട്ടിൻ്റെ ചിരട്ട മാറ്റി വെക്കണ്ട, ഊരഞ്ഞി വലിയ കിഴിയൊക്കെ ഇട്ടിട്ട് കെട്ടിത്തൂക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം തളർന്നിട്ട് ചുണ്ടൊക്കെ കോടിയിട്ട് കണ്ണൊക്കെ മറിഞ്ഞ ആൾക്കാർ തിരിയാത്തൊരു കോലത്തിൽ ഞാൻ എത്തിയിട്ടില്ല. അൽഹംദുലില്ലാ. ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി, എൻ്റെ റൂഹ് എനിക്ക് മടക്കി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോലം കെട്ടി നടക്കുന്നതൊക്കെ. വഅദ്ന ലി ബിദിക്രിഹി, അവനെ സ്തുതിക്കാൻ, അള്ളാഹുവിനെ സ്തുതിക്കാൻ എനിക്ക് അനുവാദവും നൽകിയിട്ടുണ്ട്. ആ അനുവാദം കിട്ടാതായി പോയാലോ ശൈത്വാൻ ഇടപെടും, പടച്ചോനെയൊക്കെ മറന്നു പോകും, ദുനിയാവിൻ്റെ കാര്യം ഓർമ്മ വരും, മറ്റു പല ചിന്തകളും ഉണ്ടാവും. അതൊന്നുമില്ലാതെ കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടി ഇബാദത്ത് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ റൂഹ് തിരിച്ചു തന്ന് ഈ ജസദിനെ കൊണ്ട് നടക്കുന്ന റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും. അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരാൾ അടുത്ത സൂര്യോദയം വരെ അയാൾക്ക് നിർവഹിക്കാൻ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി ഒക്കെ നിർവഹിക്കാനുള്ളത്. ആ മേഖലകളിലൊക്കെ എത്തുമ്പോൾ അയാളുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാർമ്മികമായ രംഗത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനുള്ള ആഫിയത്തും തൗഫീഖും ശാരീരികവും മാനസികവുമായ അവസ്ഥയും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളും പ്രയാസപ്പെടുന്നവരുമായ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യവും പ്രയാസങ്ങൾ കൊണ്ടും അവനവൻ്റെ കാര്യങ്ങൾക്ക് പ്രയാസം നേരിടുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും മരണം വരെയും അവർക്കും നമുക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും മുത്തഖീകളായ ജീവിതാന്ത്യം വരെ തുടരാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.